ഇന്നത്തെ എൻ്റെ വീഡിയോ ചെടികളുടെയും ഫ്രൂട്ട്സിൻ്റെയും ഒരു വിസ്മയ ലോകത്തേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. എൻ്റെ ചേട്ടൻ്റെ വീട്ടിലുള്ളൊരു ചെറിയൊരു നഴ്സറിയിലേക്കാണ് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് മക്കോട്ടദേവ എന്ന ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിലാണ്. ഒരുപാട് കായകളുണ്ടായത് കണ്ടോ നിങ്ങൾ? പച്ചയും ഓറഞ്ച് കളറിലും എല്ലാം ഉള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്കാണ് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിൻ്റെ ഈ കായ ഒരു ഔഷധ സസ്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഷുഗറിനുള്ള ഒരു മരുന്നാണ്. മൂസമ്പി വിളഞ്ഞു നിൽക്കുന്നത് കാണാം നമുക്ക്. അതുമാത്രമല്ല കേട്ടോ, ഈ നഴ്സറിയിൽ ഒരുപാട് സസ്യങ്ങളുണ്ട്. ഔഷധ സസ്യങ്ങൾ, ചെടികൾ, ഫ്രൂട്ട്സ്, അങ്ങനെ ഒരു വിധമുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ വന്നാൽ കാണാം. പേരറിയാവുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെടികളും സസ്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. ഈ മുകളിൽ ചെറിയ ചെടിച്ചട്ടികളിൽ വെച്ചിരിക്കുന്നതൊക്കെ അഡേനിയാണ്. അഡേനിയത്തിൻ്റെ വലിയൊരു കലവറ തന്നെ ഉണ്ട് ഇവിടെ. ഈ കാണുന്നതൊക്കെ അഡേനിയാണ് കേട്ടോ. 100 കണക്കിന് അഡേനിയത്തിൻ്റെ ഒരു വെറൈറ്റികളാണ് നമ്മൾ കാണുന്നത്. ഇതിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് കേട്ടോ. ഇതിലിപ്പോൾ ഫ്ലവേഴ്സ് ആവാത്തത് കൊണ്ടാണ് നമുക്ക് അറിയാൻ പറ്റാത്തത്. ഒരുപാട് വെറൈറ്റികൾ, 100 കണക്കിന് വെറൈറ്റികളുണ്ട് ഇതിൽ. ഇത് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു ഏരിയയാണ്. ഇതിലും ഒരുപാട് വെറൈറ്റികളുണ്ട്. മലേഷ്യൻ റെഡ്, കൊളംബിയൻ, കൊറിയൻ, ഇസ്രേലിയൻ, മൊറാക്കൻ, അങ്ങനെ ഒരു 5-6 വെറൈറ്റികളും ഇതിലുണ്ട്. ഇതിപ്പോൾ വെച്ചിട്ട് അധികം ആയിട്ടില്ല. ഇതൊക്കെ ഈ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ ആയതാണ്. നമുക്ക് കാണാം അതിൽ ഉണ്ടായി കാണുന്നത്. നമുക്ക് ഇവിടെയൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ തന്നെ മനസ്സിനൊരു നല്ലൊരു റിലാക്സേഷനാണ് കിട്ടുക. അതെന്തുട്ടാ, ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഇവിടേക്ക് ഇങ്ങോട്ട് വരാറുണ്ട്. ഇതും ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു മരം തന്നെയാണ്. അടുത്തുനിന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു റോസ് കളറിലുള്ള ഒരു പൂ കണ്ടോ? ഇതാണോ അതിൻ്റെ ഉള്ളിൽ പേര്? ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിലും പത്രത്തിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഐശ്വര്യയുടെ കല്യാണത്തിന് ഉപയോഗിച്ച പൂവാണത്. ഇതിനെ ടോർച്ച് ജിഞ്ചർ എന്നാണ് പറയുക. ഇത് സ്റ്റാർ ഫ്രൂട്ട്. ഒരുപാട് സ്റ്റാർ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ. സപ്പോർട്ട കാണാം നമുക്ക്. ഇതിനെ നമ്മൾ ടോർച്ച് ഇഞ്ചി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓരോ നാട്ടിലും ഓരോ പേരായിരിക്കാം കേട്ടോ. ഇവിടെയൊക്കെ ടോർച്ച് ഇഞ്ചി എന്നാണ് പറയപ്പെടുക. ഇതിന് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ. ഒരു പ്രത്യേക സൈസിട്ടുള്ളൊരു ഇല പോലെ തന്നെ ഒരു പൂ കാണാം നമുക്കതിൽ. ഈ സാധനം എഡിറ്റ് ചെയ്ത് കേട്ടോ, ഇതൊന്നും ക്ലാരിറ്റി. ബെഡ് മാവിൻ്റെ തൈക്കളുണ്ട്. കുരുമുളക് കാണാം നമുക്ക്. ചെറിയ ചെടിച്ചട്ടിയിൽ നാരങ്ങ വിളഞ്ഞെന്നൊക്കെ കാണാം നമുക്ക്. വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതും മക്കോട്ടദേവയുടെ വേറൊരു മരം തന്നെയാണ്. മക്കോട്ടദേവ അല്ലേ? ഇത് തേനീച്ച കൃഷി ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ.